എല്ലാ ചോദ്യങ്ങളും ഉത്തരം അർഹിക്കുന്നുണ്ടോ? ഇല്ല എന്നാണ് സാരം. അതാണ് ഇന്നത്തെ സുവിശേഷം നമ്മൾ കാണുന്നത്. യേശുവിനോട് ഒരു ചോദ്യം ചോദിച്ചത് ജനപ്രമാണികളും പുരോഹിത പ്രമുഖരുമാണ്. ഒരു സമൂഹത്തിലെ വലിയവരെന്ന് കരുതുന്നവർ ദേവാലയത്തിൽ വെച്ച് ഒരു ചോദ്യം ചോദിച്ചു. നിനക്കിതൊക്കെ ചെയ്യാൻ എവിടെ നിന്നാണ് അധികാരം കിട്ടിയത്? ആരാണ് അധികാരം തന്നത്? വളരെ ഒതൻറ്റിസിറ്റി ആയിട്ട് പ്ലാൻഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അവരൊത്തിരി ഡിസ്കസ് ചെയ്ത് വളരെ കോൺക്രീറ്റ് ആയിട്ട് ക്രിസ്തുവിനോട് ചോദ്യം ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ ക്രിസ്തു ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകാനും ബാധ്യസ്ഥനാണ്. കാരണം ഒരു സമൂഹത്തിലെ സോക്കോൾഡ് ഉന്നതത്തിൽ നിൽക്കുന്ന ആളുകളാണല്ലോ. എന്നാൽ യേശു ഉത്തരം കൊടുത്തില്ല. ഉത്തരം കൊടുക്കാത്തത് ഉത്തരമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് മറുചോദ്യം ചോദിച്ചുകൊണ്ടാണ്. യേശു ചോദിച്ച ചോദ്യം ഇതാണ്: സ്നാപയോഹന്നാൻ്റെ സ്നാനം എവിടെ നിന്നാണ്? സ്വർഗത്തിൽ വെച്ചോ ഭൂമിയിൽ വെച്ചോ? അവർ ചിന്തിച്ചു നോക്കിയപ്പോൾ ഉത്തരമില്ലാഞ്ഞിട്ടല്ല, ഏത് ഉത്തരം പറഞ്ഞാലും അവർ കുടുങ്ങും. അതുകൊണ്ട് അവർ ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. എത്ര ക്ലവറായിട്ടാണ് യേശു ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തത്. ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരിക്കുമ്പോഴും ഉത്തരം കൊടുക്കാൻ ബാധ്യസ്ഥനാണെന്നുള്ള നിമിഷത്തിൽ പോലും യേശു മറുചോദ്യം ചോദിച്ച് വളരെ ഗൗരവകരമായ ഇടത്തിൽ നിന്ന് യേശു രക്ഷപ്പെടുകയാണ്. എനിക്ക് തോന്നുന്നു ഇത് വാക്കുകൊണ്ട് മാത്രമല്ല, യേശു ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുത്തില്ല എന്ന് പറയുന്നതിനേക്കാളും നല്ലത് യേശു ജീവിതത്തിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തില്ല എന്ന് പറയുന്നതാവും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി ചോദ്യങ്ങൾ വരും. എല്ലാത്തിനും ഉത്തരം കൊടുക്കാൻ നമ്മൾ നിൽക്കരുത്. മനസ്സിലാകാത്ത കാര്യങ്ങളുണ്ടാകും, തെറ്റിദ്ധരിക്കപ്പെടുന്ന അവസരങ്ങളുണ്ടാകും. ഇതിലൊക്കെ ഉത്തരം കൊടുക്കാൻ ആഗ്രഹിച്ച് എല്ലാത്തിനും ഉത്തരം കണ്ടെത്തിപ്പോയാൽ ചിലപ്പോൾ നമ്മൾ തോറ്റുപോകും. ഉത്തരം ശരിയാകണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയാണെങ്കിൽ ചിലയിടത്തൊക്കെ മറുചോദ്യം ചോദിക്കാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ്. ക്രിസ്തുവിനെ പോലെ ചില ഉത്തരം കണ്ടെത്താനുള്ള ഇടം മാത്രമല്ല ചോദ്യങ്ങൾ, മറുചോദ്യം ചോദിക്കാനുള്ള അവസരം കൂടിയാണ് ചോദ്യങ്ങൾ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
സ്നേഹക്കടലല്ലോ ആലിവേറും മനസ്സല്ലോ സ്നേഹക്കടലല്ലോ ആലിവേറും മനസ്സല്ലോ ഏകയായി ഞാനെന്നും മാറിടുമ്പോൾ നല്ല സ്നേഹിതനായി വന്നു കൂടുമല്ലോ ഏകയായി ഞാനെന്നും മാറിടുമ്പോൾ നല്ല സ്നേഹിതനായി വന്നു കൂടുമല്ലോ കരഞ്ഞു പ്രാർത്ഥിച്ചാൽ കനിവോടോടി വരും ഉണർന്നു പ്രാർത്ഥിച്ചാൽ ഉണർവെനിക്കേകിടും രോഗിക്കു വൈദ്യനല്ലോ എല്ലാ രോഗവും മാറ്റുമല്ലോ രോഗിക്കു വൈദ്യനല്ലോ എല്ലാ രോഗവും മാറ്റുമല്ലോ വേദനയേറി ഞാൻ തേങ്ങിടുമ്പോൾ മെല്ലെ തഴുകിയുറക്കിടും കൈകളല്ലോ വേദനയേറി ഞാൻ തേങ്ങിടുമ്പോൾ മെല്ലെ തഴുകിയുറക്കിടും കൈ